ഇവിടെ ഇപ്പോ ചിറയൻകീഴിനെ സംബന്ധിച്ച് 16 ആരോപികൾ അത്യാവശ്യമാണെന്നാണ് ശ്രീ ശശി അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. അപ്പൊ ഇതിനി ഒരു പ്രോജക്റ്റായിട്ട് അവതരിപ്പിച്ച് ഇതിനുള്ള സ്ഥലമെടുത്ത് തന്ന് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ മന്ത്രാലയം പണിയുന്നതാണോ അതോ രണ്ടുപേരും ചേർന്ന് പണിയുന്നതാണോ എന്നുള്ള നിശ്ചയങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് ഒന്ന് ത്വരിതപ്പെടുത്തി പ്രയത്നിക്കേണ്ടത് അത് രാഷ്ട്രീയം മറന്ന് എല്ലാ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളുടെയും കൂട്ടുത്തരവാദിത്വമാണ്. അത് നടപ്പിലാവണം. നമുക്ക് ഇലക്ഷനൊക്കെ ജയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടി. ഇലക്ഷന് നമുക്ക് നമ്മളെ ഒന്ന് അവതരിപ്പിക്കുന്നതിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റവരും ജയിച്ചവരും ഒത്തുപിടിച്ച് മാത്രമേ ഈ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. അവിടെ നമുക്ക് രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്ര വിശ്വാസത്തിന്റെ പേരിൽ ഒന്നും വേർതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും ചെളിവാരി എറിഞ്ഞുകൊണ്ട് തുടർന്നു പോയാൽ നമ്മുടെ ജനങ്ങൾക്കാണ് എല്ലാ നഷ്ടങ്ങളും ഉണ്ടാവുന്നത്. ഞാൻ എടുത്തു പറയുന്നു, പ്രജകൾക്കാണ് നഷ്ടമേറ്റ് വാങ്ങേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഇത് നമ്മൾ ചിറയൻകീഴിനെ മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ ചിറയൻകീഴ് സ്റ്റേഷനും അനുവദിച്ചിരുന്നത് 5 കോടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 crores sanction and we have spent 6.5 കോടിയാണ് അനുവദിച്ചിരുന്നത്. പക്ഷെ പണിഞ്ഞു വന്നപ്പോൾ നമുക്ക് 6.5 കോടി ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഇതിന്റെ ഉൾഭാഗത്ത് എന്താണ് വികസിതമായി നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ട് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും പ്രേം നസീറിന്റെ മണ്ണിലേക്ക് കൂടുതൽ ആവശ്യങ്ങൾ വരാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും എൻ്റെ റെയിൽവേ മന്ത്രിയോടും വളരെ കണിശമായി ആവശ്യപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അതിനെ പ്രതിജ്ഞാബദ്ധനാണ് ഞാൻ എന്നുകൂടി എൻ്റെ നാട്ടുകാരെ പ്രത്യേകം അറിയിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. നമുക്ക് ഈ കേരളത്തിന്റെ നീളം നമുക്കൊരിക്കലും വർദ്ധിക്കുന്നില്ല. ഒരു പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റിൽ കേരളത്തിന് അനുവദിച്ചു തന്നിട്ടുള്ള 2 ബോർഡറുകൾക്കുള്ളിൽ നിൽക്കുന്ന നീളം ഒരിക്കലും വർദ്ധിക്കില്ല. കൂടുതൽ സ്റ്റോപ്പ് വേണം, കൂടുതൽ ട്രെയിൻ വേണം. നമുക്ക് വന്ദേ ഭാരത്തിന്റെ 2ാം എഡിഷൻ വന്നപ്പോ ആലപ്പുഴയിൽ അതുണ്ടാക്കിയിട്ടുള്ള വലിയ സമയ ക്രമീകരണ കുരുക്കെന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കും ചിലപ്പോൾ അനുഭവത്തിൽ കാണത്തില്ല. പക്ഷെ ട്രെയിൻ ഉപയോഗിക്കുന്നവർക്കും ഒരിക്കലും ഉണ്ടായി കാണില്ല. പക്ഷെ അവിടുത്തെ ലോക്കൽ റെസിഡൻസിന്, ലോക്കൽ കമ്മ്യൂട്ടേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥതയും അസൗകര്യവും എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ കൽപ്പനയ്ക്കും അപ്പുറത്താണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ അവിടെ രാഷ്ട്രീയപരമായിട്ട് ഇനി ആലപ്പുഴ വഴി ഞങ്ങൾക്ക് വന്ദേ ഭാരത് വേണ്ട എന്ന് പറഞ്ഞൊരു സമരം പോലും ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണിത്? നമുക്ക് വന്ദേ ഭാരത് പോലൊരു ട്രെയിൻ വന്നപ്പോൾ അതിന്റെ സ്പീഡ് അംഗീകരിച്ചു കൊടുക്കാൻ, ആ സ്പീഡ് നമുക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കാൻ മറ്റ് പല ചെറിയ ട്രെയിനുകളും നമുക്ക് പിടിച്ചിടേണ്ടി വരുന്നു. അതിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ആ തോന്നലിൽ തെറ്റൊന്നുമില്ല. എല്ലാ ട്രെയിനുകൾക്കും തുല്യമായ അവകാശം കിട്ടണമെങ്കിൽ അതിന് നിർദ്ദേശിച്ചിരിക്കുന്ന ലോഡ് കൃത്യതയോടെ സമയബന്ധിതമായി എത്തിക്കുന്നതിനുള്ള അവകാശം ആ ട്രെയിനിനുണ്ടെങ്കിൽ കേരള സർക്കാർ ചെയ്യേണ്ടത് 1ഓ 2ഓ ലൈന് കൂടി സ്ഥാപിക്കാനുള്ള വീതി എടുത്ത് ഇന്ത്യൻ റെയിൽവേക്ക് നൽകിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ നെഞ്ചുതിരിവുള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കണ്ട. ഉറപ്പായിട്ടും അത് സാധ്യമാവും. കേരളത്തിന്റെ റെയിൽ ആവശ്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായ ബോധ്യമുണ്ട്.